റാം നാരായൺ റാം. ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ തൻ്റെ സ്വഭാവം മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ മാത്രം ഭൂമിയിൽ എല്ലാ ജനങ്ങളും സമത്വത്തോടെ ജീവിക്കാൻ കഴിയൂ. ആരും മറ്റാരെയുമാണ് വിദ്വേഷം കാണിക്കരുത്, അസൂയപ്പെടരുത്, അതിരുകടക്കരുത്. എല്ലാവരും ചേർന്ന് സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം. മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല അവനോടൊപ്പം തൻ്റെത് എന്നെന്താണ്, അവൻ താൻ എന്താണ് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അവൻക്ക് കിട്ടിയതെല്ലാം ആകാശവും അന്തരീക്ഷവും പ്രകൃതിയും കൊടുത്തതായിരിക്കുന്നു. അവൻ്റെ സ്വന്തം എന്ന് വിളിക്കാവുന്നതു എന്താണ്? അവൻ എന്തിനാണ് മടങ്ങി ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളെ കൃതജ്ഞതയോടെ നോക്കുന്നത്? പ്രകൃതി നമ്മെല്ലാവർക്കും എല്ലാം നൽകുന്നു. പ്രകൃതി നിങ്ങൾക്കെയോ ഞങ്ങളെയോ ഒരിക്കൽ പോലും തിരിച്ച് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഗ്രഹനക്ഷത്രങ്ങൾ ഇവയുടെ കാരുണ്യത്തിലാണ് നമുക്ക് ലഭിച്ചത് എത്രയോ കാര്യങ്ങൾ. അവർ എപ്പോഴെങ്കിലും തിരിച്ച് ചോദിച്ചിട്ടുണ്ടോ, നാം നിങ്ങളെല്ലാവർക്കും എല്ലാം കൊടുത്തുവല്ലോ? ഭേദഭാവം ഉണ്ടാകുന്നത് നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്. മറ്റുള്ളവരെ നമ്മിൽ നിന്ന് വേറെയാക്കുന്നത് അതുവഴിയാണ്. ആകാശത്തെയും പ്രകൃതിയെയും നിന്ന് നമുക്ക് പഠിക്കേണ്ടത് എത്രയും അത്യാവശ്യമാണ്. സൂര്യൻ ഒരിക്കലും പറയില്ല, ഞാൻ എൻ്റെ പ്രകാശം ഈ ജാതിക്ക് മാത്രം നൽകും എന്നും ഈ മതത്തിൽപ്പെട്ടവർക്ക് നൽകില്ല എന്നും. ആകാശം ഒരിക്കലും പറയില്ല, ഞാൻ ജീവൻ നൽകില്ല എന്ന്. ഗ്രഹനക്ഷത്രങ്ങൾ ഒരിക്കലും പറയില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഊർജം നൽകില്ല എന്ന്. ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യൻ മാത്രം. നാം എല്ലാവരും സൂര്യനെയും ആകാശത്തെയും ഗ്രഹനക്ഷത്രങ്ങളെയും നമ്മുടെ മാതൃകയാക്കണം. അവരുപോലെ പെരുമാറണം. അങ്ങനെയാകുമ്പോഴേ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും ഐക്യബോധവും ഉണരുവാൻ കഴിയൂ. ആകാശത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ഊർജത്തെയുമെല്ലാം നാം വീണ്ടും വീണ്ടും വന്ദിക്കണം. റാം നാരായൺ റാം എന്ന ജപം തുടർച്ചയായി നടത്തണം. ഈ ബീജമന്ത്രത്തിൽ മുഴുവൻ ബ്രഹ്മാണ്ടവും സമാഹൃതമുണ്ട്. ആകാശത്തിൽ നിന്ന് ഊർജം ലഭിച്ചാണ് പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടത്. പ്രകൃതിയിലൂടെയാണ് നാം ഒക്കെ രൂപം കൊണ്ടത്. ആകാശത്തിലാണ് നക്ഷത്രങ്ങളും താരങ്ങളും രൂപം കൊണ്ടത്. സൂര്യനേക്കാൾ അനേകം ഗുണം വലുതായിട്ടുള്ള നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. സൃഷ്ടിയുടെ തുടക്കത്തിൽ അത് ഒരു അണുവോളം മാത്രമുണ്ടായിരുന്നു. പിന്നീട് സൃഷ്ടിയുടെ വികാസം നീണ്ടുപോയി. അതാണ് ഇന്ന് കാണുന്ന വിശാലതയിലേക്കെത്തിച്ചത്. ഈ ഭൂമിയിൽ ഏകദേശം 800 കോടി മനുഷ്യർ ഉണ്ട്. അവരുടെ ശരീരം റാം നാരായൺ റാം എന്ന അദ്ഭുതശക്തിയാൽ നിർമ്മിതമായതാണ്. അതിൽ പഞ്ചഭൂതങ്ങൾ അകത്തുണ്ട്. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മൾ ഊർജവും വിവേകവും ലഭിക്കുന്നത്. ഈ വിവേകമാണ് നമുക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കാണിച്ചു തരുന്നത്. ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും. സമൂഹത്തിൽ എത്രയോ ജ്ഞാനികളുണ്ട്, എന്നാൽ അവരുടെ പെരുമാറ്റം അജ്ഞാനികളുടെ പോലെയാണ്. അവർ ഇതെല്ലാം എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? എപ്പോഴാണ് അവർ യഥാർത്ഥ മനുഷ്യരാകുന്നത്? സൂര്യൻ ഇല്ലാതെ ആരെങ്കിലും ജീവിക്കാമോ? വായു ഇല്ലാതെ ജീവിക്കാമോ? ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാമോ? ഇതെല്ലാം പരസ്പര ഏകോപനത്തിലാണ്. മരങ്ങൾക്കും ചെടികൾക്കും വിലയില്ലേ? മനുഷ്യന് മാത്രമേ അവകാശമുണ്ടോ? നാം മരങ്ങളിൽ നിന്ന് പഴം പറിക്കുന്നു, പൂക്കൾ പറിക്കുന്നു. അതുകൊണ്ട് അവയ്ക്ക് വേദനയില്ലെന്ന് കരുതണോ? ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മരമോ ചെടിയോ വന്നു നിന്റെ തലയിലെ മുടി പറിച്ചെടുത്തു, ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു? ചെടി പറഞ്ഞു, നിന്റെ മുഴുവൻ മുടിയും ഞങ്ങൾക്ക് വേണം എന്നു. അതുമാത്രമല്ലേ നമ്മൾ മരങ്ങളോടും ചെയ്യുന്നത്? നിനക്ക് പഴം, പൂവ് ആവശ്യമാണെങ്കിൽ അടി ചോദിച്ചു നോക്കൂ. നാം മരങ്ങളിൽ നിന്നെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒരിക്കൽ പോലും?
ഇതുപോലെ നമ്മൾ തന്നെ മനുഷ്യരോട് പെരുമാറിയാൽ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാകും? ഇതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ആത്മാവിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ചെയ്യണം. നമ്മുടെ അകത്തെ ശബ്ദം കേൾക്കണം. നമ്മുടെ വിവേകത്തെ മാനണം. അപ്പോൾ മാത്രമേ നാം ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം ശരിയായ മാർഗത്തിൽ പോകാനാകൂ. റാം നാരായൺ റാം എന്ന ഈ ദിവ്യനാമം തുടർന്നും ജപിക്കണം. കാരണം അതാണ് നിങ്ങളുടെ ജീവിതത്തെ മോചനത്തിലേക്കും പരിണതിയിലേക്കും നയിക്കുന്നത്. നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നത്, നിന്റെ ആത്മാവുമായി നിന്നെ സാക്ഷാത്കരിക്കുന്നതും അതുതന്നെയാണ്.